മണികളെ ലത്തീഫയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണികളെന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് നമുക്കൊരാൾ ഫ്രീ ആയിട്ട് തന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ കൊടുന്ന 2-3 ദിവസം വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല കളറായി. സംഗതിയിൽ നമ്മൾ കൊടുന്ന ജ്യൂസ് അടിക്കാനാണ് പ്ലാനിങ്. പക്ഷേ നമ്മുടെ സമയം കിട്ടാത്തതിൻ്റെ പേര് നമ്മൾ 2 ദിവസം അവിടെ വെച്ച് 2-3 ദിവസം അവിടെ വെച്ച് നോക്കിക്കുമ്പോൾ നല്ല കളറായിട്ടാ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ വെള്ള കളറാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷേ ഇത് പൊളിച്ച് നോക്കുമ്പോൾ മാണിക്കക്കല്ലുകൾ അതിൻ്റെ കളർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ യൂട്യൂബിലെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ ഈ കളറിലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ. പക്ഷേ വെള്ളയും കാണാറുണ്ട്. അപ്പോൾ ഞാൻ വെള്ള എന്നാണ് എൻ്റെ ഒക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇത് പൊളിച്ച് നോക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ അതേ കളർ തന്നെ കേട്ടോ, ഒരു മാറ്റമല്ല മണിക്കക്കല്ലാണ്. എന്തായാലും നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടല്ലേ നമുക്ക് ഇതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ അത് ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ട്, എന്തായാലും പഴുത്ത കാരണം പീസാക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളത് മിക്സിയിൽ അരിഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതിൽ നമ്മളത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കഷ്ണം കഴിച്ച് നോക്കുമ്പോൾ വലിയ മധുരമൊന്നുമില്ല, അങ്ങനെ പീസായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. ജ്യൂസ് അടിച്ച് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെറിയ പീസാക്കി ജാറിലിട്ട് നമ്മൾ കട്ടപ്പാലുണ്ടായിരുന്നു, കട്ടപ്പാലും ജ്യൂസിന് ആവശ്യമായ കട്ടപ്പാൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മളിതിന് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും, ഒരുപാട് ലൂസാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ ഇതിൻ്റെ തിക്കൻസ് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനൊരു മീഡിയം സൈസിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തുള്ളത്. അതുകൊണ്ട് ഞാനൊരു 1.5 കയ്യിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നമുക്കിതൊന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കുഴപ്പമില്ലാത്തൊരു തിക്കൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ലൂസാക്കിയിട്ടില്ല, നല്ല കട്ടിയാക്കിയിട്ടില്ല, ഒരു മീഡിയം ലൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യുക, കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്യുക. അത് നമ്മൾ ജ്യൂസ് അടിച്ച് അതിൻ്റെ ശേഷം ആഡ് ചെയ്താൽ പറ്റും. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്, കുടിച്ച് നോക്കിയാലോ. മാണിക്കക്കല്ലുള്ള ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഈ സാധനം കുടിക്കണ തന്നെ ആദ്യമായിട്ടാണ് മാണിക്കക്കല്ലുള്ള. അപ്പോൾ പൊള്ളി സാധനം കേട്ടോ മാണിക്കക്കല്ലുള്ള, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആരും തന്നെ മറക്കരുത്, ട്രൈ ചെയ്യുക, എങ്ങനെയുണ്ടെന്നുള്ള അറിയിക്കുക. ഞാൻ ജ്യൂസ് അടിച്ചതിന് ശേഷം അതിൽ ഫുൾ ഐസ്ക്രീം ചേർത്തിട്ടുണ്ട്. ഐസ്ക്രീം ചേർത്തപ്പോൾ തന്നെ ഒന്നുകൂടി കട്ടി കൂടിയിട്ട് മാണിക്കക്കല്ലുള്ള. മാത്രമല്ല അതിൻ്റെ കളർ ഒരു വെറൈറ്റി കളറായി, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.